നമ്മൾ ഈ ഗേറ്റിൽ നമ്മൾ പലപ്പോഴും എല്ലാം സ്കിന്നിൽ ഒരു കാര്യമില്ല. നമ്മുടെ ഈ ഗേറ്റ് ഇങ്ങനെ പലപ്പോഴും ഈ ആർച്ചും കൂടെ അകത്തേക്ക് കയറ്റി എന്തുകൊണ്ടാണ് സാധിക്കുന്നത്? ഒന്ന്, വണ്ടി ടേൺ ചെയ്ത് കയറാനുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഗേറ്റ് എന്ന് പറയുന്ന അടയുന്ന പോസ്റ്റിങ്ങിൻ്റെ അവിടെ ലെവലിൽ ഏറ്റവുമായിട്ട് കറക്റ്റ് ലെവലിലായിരിക്കും. എന്നാൽ മാത്രമേ ഗേറ്റ് കൃത്യമായി അടഞ്ഞു കിടക്കുകയുള്ളൂ, അടി വലിയ ഗ്യാപ്പില്ലാതെ വരുള്ളൂ. അതുകൂടാതെ ഈ റോഡും ഈ മുറ്റവുമായിട്ടുള്ള ആ ഒരു ലെവൽ വ്യത്യാസത്തെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഈ ഒരു ആർച്ച് വഴിയുള്ള ഡിസ്റ്റൻസിലുള്ള സ്ലോപ്പാണ്. നമ്മൾ ഈ ആർച്ച് ഇല്ലാതെ പണിത് കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എന്താ പറയുന്നത്, വലിയൊരു പിക്ക് വരും, വണ്ടി കയറാതെ വരും. ആ സമയം നമ്മൾ ഈ ആർച്ച് വരാക്കി കഴിയുമ്പോൾ ആ മിറ്റത്തിലേക്ക് നമ്മൾ റീച്ച് ചെയ്യുന്ന ടൈം ഒരു സ്പേസ് വരും. ആ സ്പേസ് നമ്മൾ തിരിച്ചിട്ട് നമുക്ക് ഇൻക്ലൈൻഡ് പ്ലെയിൻ അവിടെ കിട്ടുക. അതാണ് പ്രധാനമായിട്ടും നമ്മൾ ഇതിൽ ആർച്ച് പോലെ പണിയുന്നതിന് കാരണം. അതുപോലെ തന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, നമ്മൾ ഗേറ്റ് പണിത് പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ ഗേറ്റ് ഇങ്ങനെ തുറന്നിടുമ്പോൾ ഒരു കാരണവശാലും ഇത് കോമൺ ആയിട്ട് പോകുന്ന പബ്ലിക് റോഡാണ്. ആ പബ്ലിക് റോഡിലുള്ള ഒരാൾക്ക് ഇന്റർഫിയറൻസ് ഈ ഒരു ഇതുകൊണ്ട് വരാൻ പാടില്ല, ഗേറ്റ് കൊണ്ട് വരാൻ പാടില്ല. അപ്പോൾ ഗേറ്റ് തുറന്ന ഫ്രീ ആയിട്ട് ഈ ഒരു സ്പേസിലോട് ഇങ്ങനെ കിടക്കും. അതിൻ്റെ സ്വിങ്ങിങ് ഗേറ്റിൻ്റെ സ്വിങ്ങിങ് ക്ലിയർ ആക്കാനും കൂടെ വേണ്ടിയിട്ടാണ് ഈ ആർച്ച് രീതിയിൽ നമ്മൾ. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞാൽ നമ്മളൊരു ബിൽഡിംഗ് സെറ്റ് ഔട്ട് ചെയ്യുന്ന സമയം മുഴുവൻ, അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിന് ഫൗണ്ടേഷൻ ലെവൽസ് ക്ലിയർ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ ഈ അഡ്ജസൻ്റ് റോഡ്, നമ്മുടെ ആക്സസ് ചെയ്ത കൊടുക്കുന്ന റോഡ്, ആ റോഡും സ്ഥലമായിട്ടുള്ള പ്രോക്സിമിറ്റി നമ്മൾ നല്ല രീതിയിൽ അറിഞ്ഞിരിക്കണം. അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ കോമ്പൗണ്ട് വാൾ പണിയുന്ന സമയം വരുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങളിലെല്ലാം വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മളൊരു ബിൽഡിംഗ് സെറ്റ് ഔട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്.